ജമാഅത്തെ ഇസ്ലാമി പിന്തുണയിൽ യുഡിഎഫിനും ലീഗിനും മുന്നറിയിപ്പുമായി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. അടുപ്പിക്കാൻ പറ്റാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവരെ കൂട്ടിപ്പിടിക്കുന്നവർ അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സമസ്തയുടെ രൂപീകരണ കാലം മുതൽ എതിർക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. രാഷ്ട്രീയത്തിലെ അവരുടെ ഇടപെടൽ രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യട്ടെ. മൗദൂദിയത്തിനെ തള്ളിപ്പറയുന്ന സംഘടനയ്ക്ക് വിലാസമില്ല എന്നും ഉമർ ഫൈസി മുക്കം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒറ്റ കാര്യമുള്ളൂ, നിലമ്പൂരിലാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ പാർട്ടിയും UDFിനെ പിന്തുണയ്ക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. UDF ഇതിന് മുൻപൊന്നും ഇല്ലാത്ത വിധത്തിൽ പിന്തുണ സ്വീകരിക്കുകയും ചെയ്തു. ആ ഒരു പിന്തുണയെ സമസ്ത എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ രാഷ്ട്രീയമായിട്ട് നമ്മൾക്ക് അതിനൊരു കാഴ്ചപ്പാടുമില്ല. നമുക്ക് ജമാഅത്തെ ഇസ്ലാമി നമ്മൾ എതിർക്കുന്ന ഒരു സംഘടനയാണ് നേരത്തെ അതുണ്ടായത് മുതൽ. കാരണം അത് മതത്തിൽ കൈകടത്തൽ നടത്തിയ ഒരു സംഘടന എന്ന നിലക്കാണ്. അതോടുകൂടെ അതിൻ്റെ ചില നിങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ, അതായത് പിന്നെ മതരാഷ്ട്രവാദങ്ങളൊക്കെയാണ് അവരുടെ വാദം. അതിലൊക്കെ ഉപരി നമുക്ക് അതിനെ എതിർക്കാനുണ്ടായ കാരണം മത നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയ ഒരു സംഘടനയാണ് സംഘടന എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ എതിർക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ അവരുടെ ഇടപാട് എന്താണെന്നുള്ളത് നമ്മൾ കാണുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, അത് രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്തോട്ടെ. അവർക്ക് ഇപ്പോൾ പഴയതുപോലെ മതരാഷ്ട്രവാദം ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥയ്ക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്. അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അവരങ്ങനെ പലതും പറയുന്നതാണ്. ഇപ്പോൾ അവരുടെ സ്ഥാപകൻ അബുൽ ലൈല മൗദൂദിയാണ്. അദ്ദേഹത്തെ തന്നെ ഇവർ തള്ളിപ്പറഞ്ഞിപ്പം. അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനം തന്നെ അല്ലല്ലോ, ആ പ്രസ്ഥാനത്തിൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറയുന്നത് നമ്മൾ നോക്കേണ്ടത്. സംസ്ഥയാണെങ്കിലും ലീഗാണെങ്കിലും കുറേ കാലത്തേക്ക് അകറ്റി നിർത്തുന്ന സംവിധാനമായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. പക്ഷേ ഇപ്പോൾ ലീഗ് കുറേ കൂടി ഒരു പിന്തുണ കൊടുക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ സ്വീകരിക്കുന്നതായിട്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും കളിക്കല്ലോ. അതിപ്പോൾ നമ്മൾ അതിനെന്താക്കണ്ട, നമ്മൾ ഇടപെടുന്നില്ല. രാഷ്ട്രീയം അങ്ങോട്ടുള്ള നീക്കങ്ങളിൽ ഒരു അപകടം സംസ്ഥയ്ക്ക് തോന്നുന്നു. അതിന് നമ്മളൊന്നും ഇടപെടുന്നില്ല. അത്തരം സംഗതി എന്ന് പറഞ്ഞാൽ അവരെ അടുപ്പിക്കാൻ പറ്റാത്ത സാധനമാണ് എന്നുള്ളതാണ്. അവർ നമ്മൾ അടുക്കളയിലൊക്കെ കയറിയിട്ട് ഒക്കെ പിത്തന ഉണ്ടാക്കും എന്നുള്ളതാണ്. അവരെ കൂട്ടിപ്പിടിച്ചാൽ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. UDF അത് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് തോന്നുന്നതല്ലേ? എന്തോ അറിയില്ല. അവർ ഈ ബാലൻസ് ചെയ്യുന്നുണ്ട്. PDPയും ഒറ്റ കാര്യം, PDPയും വെൽഫെയർ പാർട്ടി ഒരുമിച്ചാണെന്ന തരത്തിലാണ്, ഒരുപോലെയാണെന്നൊരു പറച്ചിൽ അവർ ഭാഗത്തുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വെൽഫെയർ പാർട്ടിയും PDPയും ഒന്നാണോ? അത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ സന്തതിയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിനുള്ള കുറ്റം നമ്മൾ കാണുന്നത് അത് മതപരമായിട്ട് ഭേദഗതികൾ വരുത്തിയ ഒരു സാധനം എന്ന നിലക്കാണ് നമ്മളതിനെ കാണുന്നത്. മറ്റത് പലതും പല സംഘടനകൾക്കൊക്കെ ഉണ്ട്, അതല്ല നമ്മൾ കാണുന്നത്. ഏറ്റവും കാണുന്നത് ജമാഅത്തെ ഇസ്ലാമി മതപരമായ കാര്യങ്ങളിൽ നമ്മൾ പാരമ്പര്യമായി പ്രവർത്തിച്ചു പോരുന്ന പലതിനെയും എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന സംഘടനയാണ് എന്നുള്ളതാണ്. ആ കൂട്ടുകെട്ട് സമുദായത്തിന് ദോഷം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലല്ല, സമുദായത്തിന് ദോഷം ചെയ്യാനുള്ളതെന്നൊക്കെ നിങ്ങൾ കണ്ടോളി, വാർത്തക്കാർ കണ്ടോളി, എല്ലാം നമ്മൾ കാണുന്നതല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും.